ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ആത്മവിശ്വാസവും മനോധൈര്യവുമുള്ള ഈ അത്തം നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് വളരെയധികം ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. ആരോഗ്യ പരിപാലനത്തിലും കുടുംബജീവിതത്തിലും കൂടുതലും ശ്രദ്ധ വേണം ഈ ഒരു സമയങ്ങളിൽ. പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് കണ്ടകശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ്. ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ബുധനാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള 6-ാം ഭാവത്തിൽ രാഹുവിനോട് കൂടിയിട്ട് യോഗം ചെയ്യുന്നതും, അഷ്ടമാധിപതിയായിരിക്കുന്നതായ ചൊവ്വയ്ക്കാണെങ്കിലോ 6-ാം ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ഈ മാർച്ച് മാസത്തിൽ അത്തം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടും ജീവിതാനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും കൂടുതലും ശ്രദ്ധ വേണം. കഴിവതും ഈ ഒരു സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും ഈ ഒരു സമയങ്ങളിൽ അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ നോക്കണം. വിദ്യാർത്ഥികൾക്കാണെങ്കിലും കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. ഇനി തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമ്മസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴം നിലനിൽക്കുന്നുണ്ടെങ്കിലും കർമാധിപതിയായിരിക്കുന്ന ബുധന് 6-ാം ഭാവസ്ഥിതി വരുന്നതുകൊണ്ടും നിവൃത്തി സ്ഥാനത്താണെങ്കിൽ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ശനീശ്വരൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് കർമ്മപരമായിട്ട് തൊഴിൽപരമായിട്ട് അധ്വാനിച്ചതിൻ്റെയൊക്കെ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കർമ്മസ്ഥാനത്ത് തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളുമായിട്ട് ഈ ഒരു സമയങ്ങളിൽ അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോഴും കൂടുതലും ശ്രദ്ധ വേണം ഈ ഒരു മാർച്ച് മാസത്തിൽ. കൂടാതെ ധനപരമായിട്ടാണെങ്കിൽ ഉയർച്ചയും അഭിവൃദ്ധിയും എല്ലാം കാണുന്ന സമയമാണെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ വളരെ ശ്രദ്ധിക്കണം. കഴിവതും അനാവശ്യമായിട്ടുള്ള പാഴ്ചിലവുകളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് ഈ മാർച്ച് മാസത്തിൽ. അതുകൊണ്ട് അത്തം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്.